നാണം കെട്ട പരിപാടി. ധ്യാനില്ലെന്നേ, തീട്ടപ്പടം. ധ്യാൻ എവിടെ ഈ പടത്തിൽ? എന്റെ ചോദ്യം അതാണ്. ധ്യാൻ എവിടെ ഈ പടത്തിൽ? അദ്ദേഹത്തിന്റെ കഴിവ് അപാരമാണ് കേട്ടോ. ഒരു പടത്തിൽ പൂർണ്ണമായി അഭിനയിക്കണം എന്നില്ല അത് പൊട്ടിക്കാൻ. പോസ്റ്ററിൽ ഒന്ന് തല കാണിച്ചാലും മതി. ധ്യാനിന്റെ പടമാണെന്ന് പറഞ്ഞ് ഇറക്കിയ സിനിമയിൽ ധ്യാനിനെക്കാളും കൂടുതൽ അഭിനയിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഫോട്ടോയാണ്. സഹൃദയരെ, കലാസ്നേഹികളെ, ഏകദേശം 15 മിനിറ്റിൽ തീർക്കാനുള്ള ഒരു ഷോർട്ട് ഫിലിമിനെ 1.5 മണിക്കൂറുള്ള ഒരു സിനിമയാക്കി എടുത്തു വെച്ച് മനുഷ്യന്റെ ക്ഷമയെ പരീക്ഷിക്കാൻ കമലാസനന്റെ തഗ്ഗുമായി കൂട്ടിയുരസിയ പടമാണ് നമ്മൾ ഇന്ന് വറുക്കാനെടുത്തിരിക്കുന്നത്. സോ ഗൈസ്, നമുക്ക് ആരംഭിക്കാം. അങ്ങ് ആകാശത്തിൽ നിന്ന് ബീച്ചിലേക്ക് ഒരു താഴ്ന്നു വരുന്ന ഡ്രോൺ ഷോട്ടും കാണിച്ചു തുടങ്ങുന്ന സിനിമയാണ്. ആദ്യമേ തന്നെ നമ്മുടെ വെടിമരുന്നിനെ നനച്ചിട്ടിരിക്കുകയാണ് അവിടെ. അതായത് ധ്യാൻ ഈ സിനിമയിൽ ആദ്യമേ യശശവനായിരിക്കുകയാണ്. ഓ പിന്നെ, ധ്യാൻ ചേട്ടനെ കൊല്ലാൻ സീരിയൽ കില്ലർ വരെയല്ലേ? ധ്യാനേട്ടന്റെ ചേട്ടനാണ് നമ്മുടെ സിദ്ദീഖ്. പുള്ളിയാകെ വിഷമത്തിലാണ്. കൊണ്ടുവരും. ബോഡി ഹോസ്പിറ്റലിൽ വിട്ടിട്ടുണ്ട് സാർ. ബോഡിയോ? പിന്നെ ബോഡി നല്ലത് ബ്രെഡ് പൊതിഞ്ഞുകൊണ്ട് വരണം എന്ന് പറയാൻ പറ്റുമോ? ഇനി ഈ കേസൊക്കെ അന്വേഷിക്കാൻ വരുന്ന ആളാണ് ഓൺ മിസ്റ്റർ പരലോകം. Not me. You can't say that. ഈ പരലോകം അല്ലടേ, ഇതേ ഈ പരലോകം. പുള്ളി ഭയങ്കര ഇന്റലിജന്റ് ആണെന്ന് കാണിക്കാനായിട്ട് ആദ്യമേ തന്നെ ഒരു കോമഡി സ്റ്റാർസ് പ്രോഗ്രാം അവിടെ നടത്തുന്നുണ്ട്. സംഭവമൊന്നുമില്ല. ഇവർ രണ്ടും കൂടെ അമ്പലത്തിൽ പോകുമ്പോഴത്തേക്കും ഇയാൾ പോലീസുകാരനാണല്ലോ. അപ്പൊ അവരെ മാല കാണാതെ പോയി പെണ്ണും പിള്ളേരെ. അത് അവളെ ഭർത്താവ് അടിച്ചു മാറ്റി പണയം വെച്ചതാണ്. അത് ഇങ്ങനെ വളരെ ബ്രില്യന്റ് ആയിട്ട് കണ്ടുപിടിക്കുമെന്ന്. ആ ഭർത്താവിന്റെ ബോഡി ലാംഗ്വേജ് നോക്കി, അങ്ങേരെ കണ്ണ് നോക്കി, അങ്ങേരെ ചുണ്ടില് നോക്കി, എന്തൊക്കെയോ അല്ലേ ബ്രില്യന്റ്. ഇനി നമ്മൾ സിനിമയുടെ ഉള്ളറകളിലേക്ക് വന്നാൽ അവിടെ അടുത്തടുത്ത് 3 കൊലപാതകങ്ങൾ നടക്കുന്നു. അതിലൊന്നും ഒരു റിട്ടയർഡ് ആയ ഒരു പോലീസുകാരന്റെയും മറ്റൊന്ന് നമ്മുടെ ഓപ്പൺ ഹൈമറിന്റെയും. ഇനി മൂന്നാമത്തേത് സിനിമയുടെ അവസാനം കാണിക്കും ആരാണെന്ന്. ഇനി ധ്യാനിന്റെ കൊലപാതകം നടന്ന സ്ഥലത്തുള്ള ആൾക്കാരെല്ലാം വിളിച്ചു വരുത്തി എന്താണ് നിങ്ങൾ അന്ന ദിവസം അവിടെ കണ്ടത്? എല്ലാരും വിളിച്ച് ചോദ്യം ചെയ്തിട്ട് പറയും, നിങ്ങൾ എല്ലാവരും തൊട്ടപ്പുറത്തെ റൂമിലോട്ട് മാറിയിരുന്നോ, അണ്ണൻ വിളിക്കുമ്പോ വന്നാൽ മതി. സിനിമ തുടങ്ങി ഏകദേശം 15 മിനിറ്റ് ആയിട്ടും പടത്തിൽ ധ്യാനില്ല. പക്ഷെ പോസ്റ്ററിൽ മൊത്തം ധ്യാൻ ഇല്ലാത്തൊരു ധ്യാൻ പടമാണ് ഗൈസ് ഇത്. ഇനി ഇതില് മറ്റേ പോലീസുകാരന്റെ കൊലപാതകമുണ്ട്. അതെന്താണ് സംഭവം എന്ന് വെച്ചാൽ സമാധിയായതാണ്. സമാധിയോ? അതെ, സമാധി, നിത്യസമാധി. മരിച്ചെന്ന് ഞാൻ ആര് പറഞ്ഞു? നമ്മൾ ഇത്രയും നേരം ക്വസ്റ്റ്യൻ ഇല്ലാണ്ടാണ് ആൻസർ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി ക്വസ്റ്റ്യൻ പേപ്പർ വേണം. നിങ്ങൾ ക്വസ്റ്റ്യൻ, ഞാൻ ആൻസർ. നമ്മൾ ഇത്രയും നേരം ക്വസ്റ്റ്യൻ ഇല്ല ആൻസർ പറഞ്ഞുകൊണ്ടിരുന്നു. മനസ്സിലായോ? ഇനി ക്വസ്റ്റ്യൻ പേപ്പർ വേണം. അതിന്റെ പവർ പോലെ സമാധി സമാധി സമാധി. ആചാരത്തെ വ്രണപ്പെടുത്തരുത്. അതെ അതെ, ആചാരത്തെ വ്രണപ്പെടുത്തരുത്. സംഭവം ഇതൊക്കെ ഫുൾ ഉടയപ്പാണെന്ന് മനസ്സിലാകുമ്പോഴത്തേക്കും പോലീസുകാരെ അവരെല്ലാം പിടിച്ചോണ്ടെന്ന് ചോദ്യം ചെയ്യും. അവിടെ വന്നിരുന്ന് സത്യം പറയുന്നതാണ്. ആ മുറിയിൽ ചേട്ടനെ കൂടാതെ ഒരാളും കൂടി ഉണ്ടായിരുന്നു. ദൈവം. സംഭവം അവര് പഠിച്ച കള്ളിയാണെന്ന് മനസ്സിലായ പോലീസുകാരൻ മറ്റേ പോറ്റിയെ വിളിച്ചു ചോദിക്കും, കാര്യം പറ, റൊക്കം ക്യാഷ് 25,000 രൂപ തരാന്ന് പറയും. അയാൾ അപ്പോഴേ ഉള്ള സത്യം വിളിച്ചങ്ങ് പറയും. 3 രൂപ കാച്ചു സാറേ അയാളെ. സംഭവം ഒന്നുമില്ല ഗൈസ്, ഒരു ചെറിയ പ്രശ്നം. ഇത് നമ്മുടെ പോലീസുകാരന്റെ അളിയനാണ്. ബിസിനസ് ചെയ്ത് പൊട്ടിക്കാൻ കുറച്ച് കാശിന്റെ ആവശ്യമുണ്ട്. അപ്പൊ അത് അളിയനോട് ചോദിക്കാൻ വരുമ്പോ അളിയൻ അത് റിഫ്യൂസ് ചെയ്യും. എന്നിട്ട് അയാളെ നോക്കുമ്പോൾ മോൾ അകത്തിരുന്ന് മന്ത്രം ജപിക്കണം. എനിക്ക് തരാതെ നീ ഒറ്റയ്ക്ക് ഇതൊക്കെ ചെയ്യോന്ന് ചോദിച്ച് അവക്കിട്ടിരുന്ന് പൊട്ടിക്കും. അയ്യോ, അവളാണെങ്കിൽ ഒരു മൂദേവി. എന്നിട്ടുണ്ട് കിട്ടിയ വാക്കിന് അങ്ങേരെ കൊണ്ട് പത്രത്തിൽ ഒപ്പിടിപ്പിച്ച് വാങ്ങിച്ചിട്ട് ആശുപത്രി കൊണ്ടുപോകാതെ അങ്ങേര് സമാധിയാവും. വൗ, എത്ര ബ്രില്യന്റ് ആയിട്ടാണ് സമാധിക്കഥ അവരെ സിനിമയിൽ കൊണ്ടുവന്ന ആൾക്കാരെ ത്രസിപ്പിച്ചത്. ബിന്ദു പണിക്കർ, സായ് കുമാർ, ധ്യാൻ ശ്രീനിവാസൻ ഇവരെല്ലാം ഈ സിനിമയിൽ ഉണ്ടോന്ന് വെച്ചാൽ ഉണ്ട്, ഇല്ലേന്ന് വെച്ചാൽ ഇല്ല. എനിക്ക് ശരിക്കും ഈ പടം റോസ്റ്റ് എടുത്തപ്പോൾ എനിക്കൊന്നും പറയാൻ തോന്നുന്നില്ല. എന്തെങ്കിലും ഞാൻ അധികം പറഞ്ഞ അതൊരു ആർഭാടമായിപ്പോ. ധ്യാനേട്ടൻ ചിരിച്ചുകൊണ്ട് അഭിനയിക്കുന്നു. ധ്യാൻ ചേട്ടന്റെ കഥാപാത്രം ഈ സിനിമയിൽ ഒരു ആർത്തവ ബാണനാണ്. പുള്ളിക്ക് ഒരു 1008 കാമുകിമാരൊരു 4-5 ചിഹ്ന വീടും. കോഴി എന്നൊക്കെ പറഞ്ഞാൽ കുഴിമന്തിയിലെ കോഴി. ഈ പടത്തിലെ അങ്ങുഞ്ഞായിട്ട് കുറെ കഥാപാത്രങ്ങൾ വന്നു പോകുന്നുണ്ട്. ഉദാഹരണത്തിന് ഈ ചേട്ടനെ നോക്കൂ. പുള്ളി ഒരു സൈക്കോ എന്നൊക്കെ പറഞ്ഞ് ഇൻട്രോഡ്യൂസ് ചെയ്യും. ഒരു പോലീസുകാരനാണ്. എന്തിനാണ് ഈ കഥാപാത്രം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ ഫോൺ കോൾ സീൻ കാണിക്കാൻ വേണ്ടിയാണ്. ഹാൻഡ്കഫ്, ഗണ്ണ്, ഇതൊക്കെ സെറ്റാ. അയ്യോ, അതൊരു പാവമാണെന്ന് തോന്നണേട്ടാ. പിന്നെ കുറച്ചു നേരം ഒരു ടേബിളിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്നിട്ട് നമ്മുടെ പോലീസുകാർ രണ്ടുപേരും കൂടെ ഒരു സിഗരറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി വലിക്കും. ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്ത? സിഗരറ്റ് വലിച്ച് ദേഷ്യം വന്ന് പരലോകം പെട്ടെന്ന് എണീറ്റ് പോയി ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ദേഷ്യപ്പെടും. സംഭവം എന്താണെന്ന് വെച്ചാൽ ക്രിസ്റ്റി, അതായത് ധ്യാനിന്റെ ഒരു കാമുകിയാണ് ഇത്. തന്നെ കാണാനായി ബീച്ചിൽ ചെല്ലുമ്പോഴാണ് ധ്യാൻ ഇവിടെ കുത്തുകൊണ്ട് മരിച്ചു കിടക്കുന്നത് ഇവൾ കാണുന്നത്. അവൾ കാണുന്നത് 2 പേർ ഒരു കത്തിക്ക് വേണ്ടി അടി കൂടുകയാണ്. നിന്നെ ഞാൻ ഇന്ന്
സംഭവം ഇതാണ് അവിടെ നടന്നത്. അന്ന് ആ സമയത്തുണ്ടായിരുന്ന എല്ലാരെയും ഈ റൂമിൽ പിടിച്ച് നേരത്തെ നിർത്തിയിട്ട് ചോദിക്കും, ഇതിൽ ആരൊക്കെയാണ് നീ കണ്ടത്? എടാ എന്തിനാ നിങ്ങൾ ഇങ്ങനെ? ഇത് ഓൾറെഡി നമ്മളിപ്പോ കണ്ടേലേ ഉള്ളൂ ഒരു രണ്ടുപേരാണെന്ന്. പിന്നെ ഈ കൊച്ചിനെ കൊണ്ട് അത് പറയിപ്പിക്കാൻ എന്തിന് ഇത്രയും ഡ്രാമാറ്റിക് മൂവ്മെന്റ്സ് ഒക്കെ? എങ്ങനെയെങ്കിലും ഈ പടം 1.5 മണിക്കൂർ തേക്കാൻ വേണ്ടി വലിച്ചങ്ങ് നീട്ടേണ്. ഓ നീ തന്നെ, നിന്നെ നമ്മൾ കണ്ട്. ഇനിയിപ്പോ ജയിലിൽ കിടപ്പോ. സംഭവം എന്താന്ന് വെച്ചാൽ ഇവനൊരു റിച്ച് പേഴ്സൺ ആണ് ഗൈസ്. കണ്ടില്ലേ MG ഹെക്ടറിന്റെ കാറൊക്കെ ഉണ്ട് അവന്. ഒരു ദിവസം ജോലി കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോ അവന്റെ കൊച്ചുമോൻ അവിടെ പതഞ്ഞു കിടക്കണം. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവന്റെ ഭാര്യയ്ക്ക് ഇവനോട് അത്ര താല്പര്യമില്ല. കൊച്ചിനെ നോക്കത്തിൽ ദേഷ്യം വന്ന് അവൻ അവളെ മുഖത്തിട്ടൊരെണ്ണം പൊട്ടിക്കുമേ. അപ്പോഴാണ് സത്യം അവൾ വിളിച്ച് പറയുന്നത് ആ കൊച്ചു ഇവന്റെ അല്ല, കാരണം ഇവ ഒരു ഇമ്പോർട്ടന്റ് ആണെന്ന്. എന്ന് വെച്ചാൽ കൊച്ചുങ്ങൾ ഉണ്ടാവൂല. ഭർത്താവിനാണത്തിലാണ് നാട്ടുകാർ മൊത്തം അറിയാം. പക്ഷെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ആരോട് ഇങ്ങനെയൊന്നും പറയണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സായികുമാർ അവിടെ ഗസ്റ്റ് അപ്പിയറൻസ് നടത്തി നമ്മുടെ നായകനോട് പറയുന്നത് ആരാണെന്ന് അറിയാമോ ഇതിന് ഉത്തരവാദി? അത് മറ്റാരുമല്ല നമ്മുടെ ടേ സ്റ്റാർ. സംഭവം ഇവർ ഓൾറെഡി ഫ്രണ്ട്സ് ആണല്ലോ. കൂടെ നിന്ന് ചതിച്ചവനെ വിടാൻ പാടില്ല, അവൻ ഇങ്ങനെ കുത്തിക്കൊല്ലണം. ഇതിലെന്തായാലും ഒരു വെറൈറ്റി കഥാപാത്രമാണ് ധ്യാനേട്ടന്. 2 വ്യത്യസ്ത മനുഷ്യരിൽ നിന്ന് കുത്തുകൊണ്ട് മരിക്കുക. ഓ മുഖത്തോക്കണൊക്കെ കൊള്ളാൻ. ഓ വേദനിച്ച എന്തോ പാവം. എന്തായാലും കുത്തുകൊണ്ട് ധ്യാനേട്ടൻ അവിടെ മരിച്ചു വീഴുകയാണ് ഗൈസ്. ഇതാരി അതെ ഗൈസ്, ജയിലിൽ പോകാൻ മുട്ടി നിൽക്കുന്ന വേറൊരുത്തൻ. ഇതെന്തേടാ വല്ല ബമ്പർ അടിച്ചിട്ട് ഏറ്റെടുക്കാൻ ആളില്ലാത്ത പോലെയാ. സംഭവം ഇദ്ദേഹം ഒരു പാട്ടുകാരനാണ്, പക്ഷെ അങ്ങനെ ഒരു വികലാംഗനുമാണ്. ഇദ്ദേഹം ഒരു സ്കൂളിൽ പാട്ട് പാടാൻ പോകുമ്പോൾ അവിടെ കൂടിയിരുന്ന ആ ക്രൂരരായ പിഞ്ചു കുട്ടികൾ അയാളെ കളിയാക്കി ചിരിക്കുമെന്ന്. അത് കാരണം അതേ സ്കൂളിൽ പഠിക്കുന്ന അദ്ദേഹത്തിന്റെ മോൻ തന്തയെ മാറ്റി പറയും. തന്തേക്കാൾ മോശം. പാപം കൊച്ചല്ലേ, നിക്കറിമുള്ളിയല്ലേ, അവൻ അങ്ങ് ക്ഷമിക്കാതെ കലിപ്പേറി തന്ത അവനെ തള്ളി മാറ്റിട്ട് ഇറങ്ങി ബാറിപ്പോ 2 അടിക്കും. എടാ അതെന്തോന്ന് ഉഴുപ്പടാ ഗ്ലാസ്സിൽ ഒഴിച്ചു വെച്ചേക്കണ? ഇനി ആ സോഡ എന്തിനി? സോഡ വേണ്ടേ? അടിച്ച് കിണ്ടിയായി വീട്ടിൽ ചെല്ലുമ്പോ കാണുന്നത് ആ ക്രൂര ദൃശ്യമാണ്. തന്റെ മകൻ അവിടെ മയ്യത്തായി കിടക്കുകയാണ്. സംഭവം ചെറുക്കൻ സോറിയും പറഞ്ഞു വരുമ്പോ ഇയാളെ പിടിച്ച് തള്ളൂല, അവന്റെ തല പോയി ഇടിച്ച് അവൻ മയ്യത്തായി പോകും. അങ്ങനെ കുറ്റമേറ്റ് ഇങ്ങേര് ജയിലിൽ പോകുമെങ്കിലും കോടതി അറിയാതെ ചെയ്ത് തെറ്റായത് കൊണ്ട് കുറച്ച് വെളിയിലൊക്കെ വരും. അങ്ങനെ പുറത്തു വരുമ്പോഴാണ് നമ്മുടെ ധ്യാനിന്റെ ഭാര്യനെ പരിചയപ്പെടുന്നത്. അപ്പൊ അവൾക്കൊരു കഥ പറയാനുണ്ട്. ഒരു ദിവസം ധ്യാന് കുളിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്കും ധ്യാനിന്റെ ബെഡിൽ നിന്ന് ഒരു മുടി കിട്ടും. മുടി കിട്ടി അവൾക്ക് ഡൗട്ട് അടിച്ച് അപ്പോൾ തന്നെ ഫോൺ എടുത്ത് നോക്കുമ്പോൾ 4 കൊല്ലമായിട്ട് ഒരുത്തിയിട്ട് പ്രണയത്തിലാണ് അത്ര. ഇവർ തമ്മിലുള്ള കല്യാണം കഴിഞ്ഞിട്ട് 3 കൊല്ലമേ ആയിട്ടുള്ളൂ. സംഭവം ഇവർ തമ്മിൽ പ്രണയത്തിലാണെന്നാണ് നമ്മോട് പറയുന്നത്. അങ്ങനെ ധ്യാനിനെ അവളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് ഇവൻ പിച്ചാത്തേക്ക് അവനെ കുത്തും. കഴിഞ്ഞ് സിനിമയിൽ ധ്യാനിന്റെ അഭിനയം കഴിഞ്ഞ് ഇനി മഷിയിട്ട് പോലെ സിനിമയിൽ ധ്യാനില്ല. അല്ല അതെന്തൊരു വേലയണ്ണ? ഇത്ര നേരം അങ്ങേര് പറഞ്ഞ കഥ മൊത്തം ചെവി കൂർത്ത് കേട്ടിട്ട് കഥ തീർന്നപ്പോ അങ്ങേരെ തന്തയ്ക്ക് പറയണം. അത് കൊള്ളാല. ഇനി ഇതാണ് ഇപ്പൊ കുറ്റേറ്റവന്റെ ആദ്യത്തെ ഭാര്യ. പുള്ളിക്കാരി അത്ര സഹകരിക്കുന്ന ടൈപ്പ് അല്ല. സാറേ എനിക്ക് അയാളെ കുറിച്ച് പറഞ്ഞ യാതൊരു താല്പര്യമില്ല. അയാളോട് യാതൊരു ബന്ധവുമില്ല എനിക്ക്. ഇനി ഇത് അവളുടെ ഇപ്പോഴത്തെ ഭർത്താവാണെന്ന്. പാവം കഷ്ടപ്പെട്ട് കോമഡി വരുത്താൻ ശ്രമിക്കുന്നുണ്ട്. ഈ സിനിമ കൊണ്ട് കുറെ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് ക്യാമറയ്ക്ക് മുന്നിൽ വരാനും ഡയലോഗ് പറയാനും അവസരം കിട്ടിയിട്ടുണ്ട്. അതാണ് ആകെയുള്ളൊരു ഉപയോഗം. പോയേ സാറേ, നമ്മള് കണ്ടതാ. അങ്ങനെ നമ്മുടെ സിദ്ദിഖേട്ടൻ അവിടേക്ക് കടന്നു വരികയാണ്. ധ്യാനിനെ കൊന്ന പക തീർക്കാൻ. സിദ്ദിഖ് ഒരു വലിയ പോലീസ് ഓഫീസറാണ്. സോ ഇവരെങ്ങ് കൊന്നു കളയാനാണ് അങ്ങേരെ പ്ലാൻ. കസ്റ്റഡി വെച്ച് പോലീസുകാരെ ആക്രമിക്കാൻ ശ്രമിച്ചു. പോലീസുകാരെ ഷൂട്ട് ചെയ്ത് കൊന്നു. 2 പേരും കുറ്റമായിട്ടിരിക്കുകയല്ലേ. പക്ഷെ തോക്ക് കണ്ടപ്പോ ഒരുത്തം പറയും ഞാനല്ല ചെയ്ത് ഇവനാണെന്ന്. എന്നിട്ട് ഇവൻ പറയും ഞാൻ തന്നെ കൊന്നേ. അപ്പോഴേ പതപ്പിലൊരു വെടി. എന്തേടെ ഇത് UP പോലീസാടാ നിങ്ങള്? അവന്മാരാണ് ഇങ്ങനെയൊക്കെ ചെയ്യണം ഞാൻ കേട്ടിട്ടുള്ള. ഫൈനലി ആശ്വാസ്. ഇനി കസ്റ്റഡി മരണം കാരണം നമ്മുടെ പരലോകത്തിനെ സസ്പെൻഡ് ചെയ്ത് വീട്ടിയിരുത്തും. അപ്പോഴാണ് ഭാര്യയുടെ കഴുത്തിൽ ഒരു റബ്ബർ ബാൻഡ് ശ്രദ്ധിക്കുന്നത്. ഇതേ റബ്ബർ ബാൻഡ് നമ്മുടെ മരിച്ച ലവന്റെ കയ്യിൽ കിടപ്പുണ്ടായിരുന്നു. അത് എവിടെ നിന്ന് കിട്ടിയെന്ന് അന്വേഷിക്കുമ്പോഴാണ് ഈ സിസ്റ്ററിലേക്ക് എത്തുന്നത്. സംഭവം ഈ സിസ്റ്റർ നമ്മുടെ മരിച്ചുപോയ അണ്ണനെ പാട്ട് പഠിപ്പിക്കാനായിട്ട് കൊണ്ടുവരും അവരുടെ മഠത്തിൽ. അദ്ദേഹം ജോലിയും കൂലിയൊന്നും ഇല്ലാതെ നടക്കുമായിരുന്നല്ലോ ജയിലിൽ നിന്ന് ഇറങ്ങിയ സമയത്ത്. അപ്പോൾ ഓട്ടിസം ബാധിച്ച പിള്ളേർക്ക് പാട്ടൊക്കെ പാടി പുള്ളി അങ്ങനെ ജീവിക്കുകയായിരുന്നു ആ മഠത്തിൽ. మనసు మీద వయసుకున్న అడుపు చెప్ప తగునా. അതല്ല പാട്ട്, ഇതാണ് പാട്ട്. അതായത് നമ്മുടെ മഠം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന സമയത്താണ് ആ സ്ഥലം ഒഴിഞ്ഞു കൊടുക്കേണ്ട ആവശ്യം മഠത്തിന് വരുന്നത്. അപ്പൊ അതിന് അത്രയും ഫണ്ടില്ല. പക്ഷെ പൈസ കൊടുത്തൊക്കെ ബാക്കപ്പ് ചെയ്ത് സഹായിക്കുന്ന ആളാണ് നമ്മുടെ ധ്യാനിന്റെ ഭാര്യ. ആക്ച്വലി അവർ തമ്മിൽ പ്രേമമൊന്നുമല്ല, ഇതെല്ലാം അയാൾ പറഞ്ഞ കള്ളമാണ്.
സംഭവം അവിടെ സിദ്ദീഖ് കടന്നു വരുന്ന സമയത്ത് ഇവർ തമ്മിൽ ഡിസ്കസ് ചെയ്യുകയാണ്. ഈ കുറ്റം ഞാൻ ഏറ്റെടുത്തോളാം. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എടാ നീ തന്നെ കൊന്ന, ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണിക്കണ്ട. അപ്പൊ ഗൈസ് എന്താണെന്ന് വെച്ചാൽ ധ്യാനിന്റെ ഭാര്യ വന്നിട്ട് പറയും, അവന്റെ അവിഹിതം ഞാൻ പൊക്കി, എന്നെ ആ പന്ന നായ 4 വർഷമായി ചതിക്കുകയായിരുന്നു. സോ ഐ വാണ്ട് റിവെഞ്ച്. നിന്നെ ഞാൻ സഹായിക്കാം. അവന്റെ പേരിൽ കുറെ ഇൻഷുറൻസ് തുകയുണ്ട്. അവനെ അങ്ങ് തട്ടി തന്നാൽ അയ്യോ മറന്നു കേട്ടാ, അതായത് ഈ പെണ്ണില്ലേ, എവളാണ് ആ റിയൽ ആയിട്ട് ധ്യാനിനെ കൊന്നവന്റെ ഭാര്യ. ഇവർ തമ്മിലായിരുന്നു അവിഹിതം. ഇപ്പൊ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായില്ലേ? ഏത് അപ്പൊ ഇതിന്റെ ഭാഷയിൽ ഇവള് പറയും, അവനെ ഒന്ന് കൊന്നു തരണം, അവന്റെ പേരിൽ വലിയൊരു തുക ഇൻഷുറൻസ് ഉണ്ട്, അവനെ കൊന്ന ആ ഇൻഷുറൻസ് തുക എനിക്ക് കിട്ടും, ആ തുക ഞാൻ നിനക്ക് തരാം, അത് കൊണ്ടുപോയി നീ മടം പറിച്ചു നട്. അങ്ങനെ ഇവനെ പ്രലോഭിച്ചിട്ട് ഇവൻ ധ്യാനെ കൊല്ലാൻ വേണ്ടിയാണ് അവിടെ വരുന്നത് ആദ്യം. പക്ഷെ അതിന് മുന്നേ നമ്മളെ ചെറുക്ക അവനെ തീർത്തോളാം. എന്നിട്ട് അവർ ഇവിടെ വെച്ച് വാക്കൊടുക്കും, ഈ കൊലപാതകം ഞാൻ ഏറ്റെടുത്തോളാം, കാരണം ഞാൻ ഓൾറെഡി ജയിലിലൊക്കെ പോയ ആളാണ്. ഇതെല്ലാം നമ്മുടെ ഇദ്ദേഹം ഒളിഞ്ഞു നിന്ന് കേൾക്കുകയാണ് ഗൈസ്. അവിടെ കിടന്ന് ബഹളം കാണിച്ചതിന് പിടിച്ചിരുത്തിയ മനുഷ്യയില്ലേ, അങ്ങനെ കേൾക്കുകയാണ്. ഇപ്പൊ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും മനസ്സിലായില്ലേ? പാവം ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സ്വയം മരണം വരിക്കുകയായിരുന്നു. ഇനി ആ മടം ഏറ്റെടുക്കാൻ അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് വന്ന് ഹെൽപ്പ് ചെയ്തു. അതാരാണെന്ന് അറിയാമോ? ദേ ഇങ്ങോട്ട് നോക്കൂ, മുറ്റത്തൊരു മൈന. വാവ്, അങ്ങനെ തനിക്ക് വേണ്ടി ത്യാഗം ചെയ്ത ആ മനുഷ്യന് വേണ്ടി അദ്ദേഹം ഇവിടുത്തെ പൂർണ്ണ ഉത്തരവാദിത്വവും ഏറ്റെടുക്കുകയാണ് ഗൈസ്. എത്ര മനോഹരമായ സിനിമയാണല്ലേ. തീർന്നില്ല, ഇനി ഒരു കാര്യം കൂടി ഉണ്ട്. പാവം നിഷ്കളങ്കരായ പിള്ളേർ, അതൊക്കെ ഞാൻ സമ്മതിക്കും കേട്ടോ. മൊത്തത്തിൽ 2 കേസല്ലേ സോൾവ് ചെയ്തുള്ളൂ, ഇനി ഒരെണ്ണം കൂടി ഉണ്ട്. അത് ആരെന്നറിയാമോ? ഇവൻ ചത്തേന്നുമില്ല. ആ അട്ടപ്പാടിയിൽ ഏതെങ്കിലും മലയുടെ മുകളിൽ ചാർലി ആണെന്നും പറഞ്ഞ് നടപ്പുണ്ടായിരിക്കും. ഇനി നിങ്ങൾ എന്റെ അടുത്ത് നന്ദി പറഞ്ഞാണ്. അല്ല ചുമ്മാ പറ. 1.5 മണിക്കൂർ ഞാൻ ജീവിതത്തിൽ ലാഭിച്ചു തന്നില്ലേ, 10 മിനിറ്റ് കൊണ്ട് ഞാൻ തീർത്ത് തന്നില്ലേ, അപ്പൊ ഐ ഡിസർവ് നന്ദി. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഗൈസ്. ശരിക്കും ഇതിനകത്ത് ഒരുപാട് ലോജിക് മിസ്റ്റേക്സ് ഉണ്ട് ഗൈസ്. പടം കണ്ട് ഞാൻ റോസ്റ്റ് ചെയ്തപ്പോൾ വെറുത്താണ് റോസ്റ്റ്. എനിക്കൊരു മന്ദപ്പ് ഇത് കണ്ടിരുന്നപ്പോ റോസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് ഇത്രയും പെട്ടെന്ന് തീർന്നാൽ മതി എന്നുള്ള അവസ്ഥയായി പോയി. എന്തോന്ന് സിനിമയുടെ വല്ല ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ആയിട്ട് ഇടാനുള്ള സാധനമൊക്കെ എടുത്ത് സിനിമയാക്കി വെച്ചേക്കുന്നത്. യവന്മാര് തുടക്കം കിടന്ന് അടിയൊക്കെ കൂടുന്ന കാണിക്കുന്നുണ്ട്. ഇതൊക്കെ എന്തിനാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. എന്തായാലും ശരി ഗൈസ്, എനിക്ക് വയ്യ, ഐ എം സോ ടയർഡ്. അപ്പൊ ശരി ഗൈസ്, നമ്മൾ ഇനിയും കാണും. ഏത് Thanks. Love you.